അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചിന്തയിലേക്ക് കടന്നു വരുന്ന വിഷയമാണ് അവനിക്കെതിരിൽ സിഹ്റ് ചെയ്യുക എന്നുള്ളത്. പല ഇടങ്ങളിലും കണ്ടുവരുന്ന വിഷയമാണ്. പലരും വിളിച്ച് അറിയിക്കാറുണ്ട്, ഉസ്താദ്, എൻ്റെ ഇന്നാലിന്ന ആൾ തന്നെയാണ് എനിക്ക് സിഹ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ പലവട്ടവും എന്നോട് പറഞ്ഞതാണ് നിന്നെ ഞാൻ കടത്തിക്കളയും എന്ന്. ഇങ്ങനെ ഒരു പ്രവണത ഈ അടുത്ത കാലത്തിൽ കൂടുതലായി വരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക. നാം കുഴിച്ച കുഴിയിൽ നാം തന്നെ വീണുപോകും. അതുകൊണ്ട് ഒരിക്കലും എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആരും സിഹ്റ് ചെയ്യാൻ പാടില്ല. സിഹ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനിക്കും വലിയ നാശമുണ്ടാകും. സിഹ്റ് അരുത്, ആരും ചെയ്യരുത്, ചെയ്തു പോകാൻ പാടില്ല. നീ ചെയ്യുന്ന സിഹ്റിൻ്റെ ദോഷം നിനക്കും നിൻ്റെ 100 തലമുറക്കും അതിൻ്റെ പ്രയാസം വ്യാപിച്ച് കിടക്കും. പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ചിലപ്പോൾ ആ സിഹ്റ് നിനക്ക് തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരു ചികിത്സയും ഫലിക്കൂല. അതുകൊണ്ട് ഒരിക്കലും ഒരാളും സിഹ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലി ദുആ ചെയ്യുക, പുറത്ത് കിട്ടാൻ വേണ്ടി. ദിവസവും സൂറത്തു യാസീൻ പാരായണം ചെയ്യുക. ഇങ്ങനെയുള്ള ദുശ്ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിന് വലിയ മാറ്റം തരും. എല്ലാ സാഹിരീങ്ങളുടെ സിഹ്റിൽ നിന്നും അയിനിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വീണ്ടും അവസാനമായി ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. നീ ഒരാൾക്ക് എതിരിൽ സിഹ്റ് ചെയ്താൽ ആ സിഹ്റിൻ്റെ തിരിച്ചടി നിൻ്റെ മരണത്തിന് മുമ്പ് നിനക്ക് ലഭിക്കും. നിനക്കും നീ ഇഷ്ടപ്പെടുന്നവർക്കും അതിൻ്റെ പ്രയാസങ്ങൾ എത്തും. പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ആർക്കും സിഹ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ സിഹ്റുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരൊലിപ്പിക്കുകയാണ് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ. നിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അവർ കണ്ണീരൊലിപ്പിക്കാൻ കാരണം. അവരുടെ കണ്ണീര് ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ശാപമായി മാറും. അതുകൊണ്ട് സൂക്ഷിച്ചോ. സൂക്ഷിച്ചാൽ നീ ദുഃഖിക്കേണ്ടി വരില്ല. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.